ഹർഷൻ ഹോസ്പിറ്റലിലെത്തി കാർ പാർക്ക് ചെയ്ത് ഫോൺ എടുത്ത് ജൂലിയെ വിളിച്ചു. ഹലോ ജൂലി, നീ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ഞാനിവിടെ ഹോസ്പിറ്റലിലെത്തി. ഞാനിവിടെ ഓട്ടിയുടെ അടുത്താ. ഇങ്ങോട്ട് പോര്. ഇവിടെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഹർഷൻ ഒരു സംശയത്തോടെ അവളോട് ചോദിച്ചു. ആയുഷു, ഈശാനിയും ഞാനും. ചാച്ചൻ പിന്നെ ഐസുവിന് പുറത്താ. ഏട്ടൻ അവിടെ ഉണ്ടായിട്ടാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നേ? എന്നെ തെക്കോട്ടെടുക്കാൻ നിനക്ക് എത്രയ്ക്ക് ധൃതിയോ? അതെന്നാ ആയുഷ് കണ്ടാൽ കുഴപ്പം? അതൊക്കെ ഉണ്ട്. നീ ഇങ്ങി പോരെ, ഞാൻ പാർക്കിങ്ങിൽ കാണും. പെട്ടെന്ന് വരണേ. ഓക്കെ, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. ജൂലി ഫോൺ കട്ട് ചെയ്ത് ആയുഷിനെ ഒന്ന് നോക്കി. ഈശാനി അവൻ്റെ തോളിൽ തലചായ്ച്ചുറങ്ങുകയാണ്. ആയുഷ് അവൻ്റെ തലയും ചെറുതായി അവളിലേക്ക് ചായച്ചുകൊണ്ട് ഫോൺ നോക്കിയിരിക്കുകയാണ്. വേറെ എങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. പറഞ്ഞിട്ട് പോണോ? വേണ്ട. അറിയാതെ മെല്ലെ എസ്കേപ്പ് ആകാം, അതാ നല്ലത്. ജൂലി ആയുഷിനെ നോക്കി ഒന്ന് ആലോചിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. എങ്ങോട്ടാ? 4 അടി വയ്ക്കും മുമ്പേ ആയുഷിൻ്റെ ചോദ്യം വന്നു. ഈശോയെ, ഇതെങ്ങനെ കണ്ടു? ഇതുവരെ ഫോണിൽ തലതാഴ്ത്തിയിരുന്ന മനുഷ്യനാ, ഇപ്പോഴും കണ്ണുകൾ ഫോണിൽ തന്നെ. എങ്കിലും ചോദ്യം വന്ന സ്ഥിതിക്ക് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഉറപ്പ്. ഈശാനിയുടെ ഉറക്കം തടസ്സപ്പെടാതിരിക്കാനാവാം ശബ്ദം അല്പം കുറച്ച് എന്ന് അവൾക്ക് മനസ്സിലായി. ചോദിച്ചത് കേട്ടില്ലേ? ഗൗരവം ഒട്ടും കുറയ്ക്കാതെ തന്നെ ആയുഷ് ചോദിച്ചു. ഞാനിപ്പോൾ വരാം. പുറത്തേക്കൊന്ന് പോകണം. ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഒന്ന് കാണണം. അയാളാണോ കുറച്ചു മുമ്പ് നിന്നെ വിളിച്ചത്? ആയുഷ് ജൂലിയെ നോക്കി ചോദിച്ചു. അപ്പോൾ ഇവിടെ നടക്കുന്നതെല്ലാം അറിയുന്നുണ്ടല്ലേ? അതെ. അധിക സമയം നിൽക്കാതെ പെട്ടെന്ന് വരണം. ഓക്കെ, വരാം. അത്രയും പറഞ്ഞ് ജൂലി പെട്ടെന്ന് തന്നെ ഹർഷനെ കാണാൻ പോയി. അവൾ ചെല്ലുമ്പോൾ ചൂണ്ടുവിരലിൽ കീച്ചെയിനിട്ട് കറക്കിക്കൊണ്ട് അവളെയും കാത്തു നിൽക്കുന്ന ഹർഷനെയാണ് ജൂലി കാണുന്നത്. എന്തൊരു അനുസരണയാണ് കൂലി നിനക്ക്! പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോൾ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ല. ഹർഷൻ അവൾ അല്പം താമസിച്ചതിൽ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വന്നതാ. ആയുഷ് പിടിച്ചു വെച്ചു, അതാ ലേറ്റായത്. അയ്യോ, ഏട്ടൻ എന്ത് പറഞ്ഞു? എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫ്രണ്ടിനെ കാണാനാ, പുറത്തുണ്ടെന്ന്. അപ്പോൾ ദാ വരുന്ന അടുത്ത ചോദ്യം. അയാളാണോ നേരത്തെ കോൾ ചെയ്തത്? അപ്പോൾ ഞാൻ അതേന്ന് പറഞ്ഞു. പോയിട്ട് പെട്ടെന്ന് വാ എന്നൊരു ഓർഡർ. അപ്പോൾ എൻ്റെ ഏട്ടത്തിപ്പെണ്ണൊന്നും ചോദിച്ചില്ലേ? നിൻ്റെ ഏട്ടത്തി ഭർത്താവിൻ്റെ തോളിൽ തലയാഴ്ച ഉറങ്ങാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. അത് കേൾക്കെ ഹർഷൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി, ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്നിട്ട് ഏട്ട ക്ഷമയോടെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ? അവൻ അവളെ നോക്കി അതേ സന്തോഷത്തോടെ ചോദിച്ചു. പിന്നില്ലാതെ, ആയുഷ് വേണേ ഇന്ന് മുഴുവനും അങ്ങനെ ഇരിക്കും. എന്തൊരു കെയറിങ് ആണ് ഈശാനിയെ. പിന്നെ റൊമാൻസ് പറയേ വേണ്ട, പൊളി. പിന്നെ എൻ്റെ ഏട്ടനല്ലേ, ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഹർഷൻ കോളറൊന്ന് പൊക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ കണ്ടറിയാം. ജൂലി അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ടടി, നീ അനുഭവിച്ചറിഞ്ഞാൽ മതി. എന്തേ? ഞാൻ എപ്പോഴാ റെഡി. കൂടെ കൂട്ടുവോ ഹർഷേട്ടൻ എന്നെ? ഹർഷൻ്റെ കണ്ണുകളിൽ നോക്കി ജൂലി അത് ചോദിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ജീവിതം തനിക്ക് നൽകുമോ എന്നുള്ള പ്രതീക്ഷയും അവനോടുള്ള പ്രണയവും മാത്രമാണ് അവളുടെ കണ്ണിൽ. ഹർഷൻ ഒന്ന് പുഞ്ചിരിച്ചു. നിന്നെ കൂടെ കൂട്ടണം എന്ന് തന്നെയാണ്. പക്ഷേ അതിനു മുമ്പ് ഹർഷൻ എങ്ങനെയുള്ളവനാണെന്ന് നീ അറിയണം. എന്നിട്ടും എൻ്റെ കൂടെ കൂടണം എന്ന് തന്നെയാണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ സമ്മതം മാത്രം മതി എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ. അതെന്താ ഇപ്പോൾ ഇത്രത്തോളം പറയാൻ? അധികമൊന്നുമില്ല, ചെറിയ ചെറിയ ചില കാര്യങ്ങൾ. എന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ. ഇതൊക്കെ ഇപ്പോൾ തന്നെ നിന്നോട് പറയുന്നത് വിവാഹം കഴിഞ്ഞ് ഇതൊന്നും നമുക്കിടയിൽ ഒരു പ്രശ്നമായി വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. ചുമ്മാ ടെൻഷനാക്കാതെ ഒന്ന് പറയും മനുഷ്യ. നിങ്ങൾക്കിനി കുട്ടികൾ ഉണ്ടാകാത്ത എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടോ? ജൂലി, ഞാൻ വല്ലതും ഒക്കെ പറഞ്ഞു പോകും കേട്ടോ. കാര്യം പറയുമ്പോൾ മിണ്ടാതിരുന്ന് കേൾക്കടി. സോറി, പറ. ജൂലി, ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം. അപ്പോൾ എന്തായാലും നിനക്ക് നിൻ്റെ ഫാമിലിയെ ഉപേക്ഷിക്കേണ്ടി വരും, ചിലപ്പോൾ എന്നേക്കുമായി തന്നെ. അതാണ് നീ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒരുപാട് പേരുണ്ട്, പക്ഷേ അതിൽ കുറച്ച് പേരൊഴികെ ബാക്കി എല്ലാവരും പേരിന് മാത്രമാണ്. എൻ്റെ അച്ഛൻ, മുത്തശ്ശി, മഹി, അഭി, വല്യമ്മ, വല്യച്ഛൻ, ആദി, പിന്നെ എൻ്റെ ഏട്ടൻ, ഇവർ മാത്രമാണ് ഈ ഭൂമിയിൽ എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഞാനോ? ജൂലി അവൻ്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് ചോദിച്ചു. നിന്നെ കൂട്ടാനായിട്ടില്ല. ആകുമ്പോൾ നീ പറയാതെ തന്നെ ഞാൻ പറയും. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇവരൊക്കെയാണ് എൻ്റെ ബന്ധുക്കൾ. ഇനിയാണ് പ്രധാന കാര്യം. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ഏട്ടനെയാണ്. മരണം വരെ ആ ഏട്ടൻ്റെ അനിയനായിരിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ അല്ല, ഞങ്ങൾ എല്ലാവരുടെയും എല്ലാം ഏട്ടനാണ്. ഏട്ടനെ അനുസരിച്ച് ഞങ്ങൾ നിൽക്കൂ.
ഏട്ടൻ ചെയ്യരുതെന്ന് പറയുന്ന ഒന്നും ആരും ചെയ്യില്ല, അതെന്തായാലും. ചിലപ്പോൾ നിനക്ക് ഇതൊന്നും അംഗീകരിക്കാനായില്ലെന്ന് വരില്ല. അതാ ഇത്രയും വ്യക്തമായി തന്നെ പറയുന്നത്. പിന്നെ ഏട്ടത്തി, അതൊരു പാവമാണ്. ഞാനും അവളും തമ്മിലുള്ള റിലേഷൻ നീ കണ്ടറിഞ്ഞതാ. അതെന്നും അങ്ങനെ തന്നെ ആവും. ഒരിക്കലും അതിന് മറ്റൊരർത്ഥം കാണാൻ ശ്രമിക്കരുത്. എന്നെ കണ്ടിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന മോശ സ്വഭാവം ആണെന്ന് തോന്നുന്നുണ്ടോ? ജൂലി അല്പം വിഷമത്തോടെ ചോദിച്ചു. നീ അങ്ങനെ ഒരു ക്യാരക്ടർ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ജീവിതം തുടങ്ങിക്കഴിയുമ്പോൾ നിനക്ക് തോന്നും ഞങ്ങളെല്ലാവരും ഏട്ടൻ്റെ കീഴിൽ ജീവിച്ചു പോകുന്നവരാണെന്ന്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത്. ഇനി പറ, പോരുന്നു എൻ്റെ കൂടെ? എൻ്റെ ഭാര്യയായി, ഏട്ടൻ്റെ അനിയത്തിയായി, എൻ്റെ ഏട്ടത്തിപ്പണിൻ്റെ ബെസ്റ്റിയായി. അല്ല, അവളുടെ ബെസ്റ്റി എന്നും ഞാനാണ്. അത് അങ്ങനെ തന്നെ മതി എന്നും. നീ ഫ്രണ്ടായാൽ മതി. അല്ല, അപ്പോൾ ആയുഷ് ഇതൊന്നും സമ്മതിച്ചില്ല എന്നാ ചെയ്യും? അവിടെ നിനക്ക് തെറ്റി. എൻ്റെ ഏട്ടൻ ഒരിക്കലും ഞങ്ങൾ ആരുടെയും സന്തോഷം ഒന്നിനു വേണ്ടി നശിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ദോഷമില്ലാത്ത എന്തും നടത്തി തന്നിട്ടേ ഉള്ളൂ. 2 അടി തന്നാലും ആ അടിയിൽ ഏട്ടൻ്റെ സ്നേഹം മാത്രമേ ഉണ്ടാകൂ. ഒരു തരുമ്പ് പോലും ദേഷ്യമോ വെറുപ്പോ കാണില്ല. പുറമേ ദേഷ്യം മാത്രം ആണെങ്കിലും ഉള്ളിൽ നിറയെ ഞങ്ങളോടുള്ള സ്നേഹം മാത്രമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, എൻ്റെ ഏട്ടത്തി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഏട്ടനെ കൊണ്ട് നമ്മുടെ കാര്യം പറഞ്ഞ് ഓക്കെ ആക്കാം എന്ന്. അവൾ പറഞ്ഞാൽ പിന്നെ ഏട്ടൻ ഒന്നും പറയില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ എങ്ങനെ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഹർഷേട്ടനെ പ്രണയിക്കുന്നതിന് മുമ്പ് ചിന്തിച്ച കാര്യങ്ങളാണ്. എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ അവർ കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരുത്തനെ കെട്ടി ജീവിതത്തിൽ എല്ലാ സന്തോഷവും ഉപേക്ഷിച്ച് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് കുറച്ച് വിഷമിച്ചാലും സന്തോഷം മാത്രം നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. പിന്നെ എന്തോ ആരോടും തോന്നാത്ത ഒരു ഇഷ്ടം എനിക്ക് ഹർഷേട്ടനോട് തോന്നുന്നു. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ഉള്ളിലെ സന്തോഷവും ഫീലിങ്സും എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിങ്ങളെ. ഹർഷേട്ടൻ്റെ ഹൃദയത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഒപ്പം എനിക്കും ഒരു സ്ഥാനം കിട്ടിയാൽ അതുതന്നെയാണ് ഈ ജൂലിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ജൂലി കൂടെ വരും. പിന്നെ ആയുഷ്, നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? ഞാൻ നിങ്ങളുടെ ശത്രുപക്ഷം ആയിട്ട് കൂടി എനിക്ക് അങ്ങനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എത്ര തവണ ജോണിച്ചായനോട് തല്ലുണ്ടാക്കിയിട്ടുണ്ട്. ആയുഷിൻ്റെ കട്ട ഫാനാണ് ഞാൻ. അങ്ങേരുടെ ഭാര്യ ആവാൻ ഭാഗ്യമില്ലാതെ പോയി. പക്ഷേ അനിയത്തിയാവാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ നഷ്ടപ്പെടുത്തുമോ? അതുകൊണ്ട് ഹർഷേട്ടൻ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി കടന്നു വരില്ലെന്ന് ജൂലി ഉറപ്പു തരാം. പോരെ? മതി. ഹർഷൻ നിറഞ്ഞ സന്തോഷത്തോടെ അവളെ നോക്കി പറഞ്ഞു. എന്നാ നീ അകത്തേക്ക് പൊക്കോ, ഞാൻ പിന്നാലെ വരാം. എൻ്റെ ഏട്ടത്തിപ്പെണ്ണിനെ ഒന്ന് കാണണം. അയ്യേ, ഇങ്ങനെയാണോ ഒരു പ്രണയം സെറ്റാകുമ്പോൾ? പിന്നെ എന്തോ വേണം? ദേ ഇതുപോലെ ഒരു കിസ്സെങ്കിലും തരണ്ടേ? എൻ്റെ കുട്ടികളുടെ അച്ഛ. ജൂലി ഹർഷനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഡീ, ഇതൊരു ഹോസ്പിറ്റലാണ്, നിനക്കൊരു നാണവുമില്ലേ? ഹർഷൻ അവളുടെ പ്രവൃത്തിയിൽ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. എന്തിന് നാണം? ഇത് വെറും സാമ്പിൾ. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു? ഈശ്വരാ, അപ്പോൾ നീ ശരിക്കും ഏട്ടൻ്റെ ഫാനാണല്ലേ? ഹർഷൻ തലയിൽ കൈവച്ചുകൊണ്ട് ജൂലിയോട് പറഞ്ഞു. പിന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ ഗുരു നിങ്ങളുടെ അല്ല, നമ്മുടെ ഏട്ടനാണ്, അവൾ കളിയോടെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകാൻ നിന്നതും ഹർഷൻ അവളെ വിളിച്ചു. ജൂലി. ആർദ്രമായ അവൻ്റെ വിളിയിൽ ജൂലി സംശയത്തോടെ അവനെ നോക്കി. അവൻ കൈകൊണ്ട് അവളെ മാടി അവൻ്റെ അടുത്തേക്ക് വിളിച്ചു. അതുവരെ ഉണ്ടായിരുന്ന അവളുടെ കുസൃതി നിറഞ്ഞ ഭാവം അവൻ്റെ കണ്ണുകളിൽ നോക്കെ മാഞ്ഞു. കണ്ണുകളിൽ ഒരു പിടപ്പും മുഖത്ത് തെല്ല് പരിഭ്രമവുമായി അവൾ മെല്ലെ മെല്ലെ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഹർഷൻ അതേ ഭാവത്തോടെ അവളെ നെഞ്ചോട് ചേർത്തു. ജൂലി, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം കിട്ടാൻ ചിലപ്പോൾ ഒരുപാട് വേദന സഹിക്കേണ്ടി വരും നിനക്ക്. അവളോടത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഒന്നിടറിയോ. സഹിച്ചോളാം, എന്തു വേണേലും സഹിച്ചോളാം. ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും വിട്ടുകളയാതിരുന്നാൽ മതി. ഇന്ന് ഈ നിമിഷം മുതൽ ജൂലി പ്രാണനായി കാണുക. മരണത്തിലായാലും കൂടെ കൂട്ടണം. ഒരു വാക്ക് മതി. ജൂലി, ഈ ആയുസ് മുഴുവൻ നിന്റെ പാതിയാവുന്നത് സ്വപ്നം കണ്ട് ജീവിച്ചോളാം. ഹർഷൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് ഇത് പറയുമ്പോൾ അവളുടെ കണ്ണുനീർ നനവ് അവൻ്റെ ഹൃദയഭാഗത്ത് പതിച്ചിരുന്നു. അപ്പം മരിച്ചാലും എനിക്ക് നീ സ്വസ്ഥത തരില്ല അല്ലേ? സഹിക്കുക തന്നെ. കുടുങ്ങിപ്പോയില്ലേ? പോടാ. ജൂലി അവൻ്റെ നെഞ്ചിൽ തല്ലിക്കൊണ്ട് അവിടെ നിന്ന് പോകാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവനിലേക്ക് തന്നെ അടുപ്പിച്ചു. അങ്ങനെ അങ്ങ് പോയാലോ? എനിക്കെന്തെങ്കിലും കിട്ടിയാൽ അത് തിരിച്ചു കൊടുക്കാതെ ഒരു സമാധാനം കിട്ടില്ല. അവൻ ചുറ്റും ഒന്ന് നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി.
പിന്നെ മെല്ലെ അവൻ്റെ ദന്തങ്ങൾ അവളുടെ കഴുത്തിൽ ആഴ്ന്നു. പിന്നെ മെല്ലെ അവിടെ ഒന്ന് ചുംബിച്ചു. ഐ ലവ് യു ജൂലി. ആ, ഐ ലവ് യു ടു. പക്ഷേ കടിച്ചതെനിക്ക് നന്നായി വേദനിച്ചു. ഓ, എനിക്കും ഈ വാങ്ങി വയ്ക്കുന്ന ശീലമില്ല കേട്ടോ. അവസരം കിട്ടുമ്പോൾ തിരിച്ചു തരും. പറഞ്ഞേക്കാം. ആയിക്കോട്ടെ, ഐ ആം വെയിറ്റിംഗ്. ഇപ്പോൾ എൻ്റെ കൂലി പോകാൻ നോക്ക്. ഇല്ല ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വരും. അയ്യോ, ഞാൻ പോയി. അത് കേട്ടതും ജൂലി പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിന്നില്ല. പെട്ടെന്ന് പോയി. അവൾ പോകുന്നത് ഹർഷൻ ഒരു ചിരിയോടെ നോക്കി നിന്നു. ഡേവിഡ് ഐസുവിന് മുന്നിൽ ഇരിക്കുകയാണ്. അറിയാതെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട്. പെട്ടെന്നാണ് റോയി വന്ന് അന വിളിച്ചത്. ചാച്ചാ. ഡേവിഡ് ഒന്ന് ഉറക്കം ഞെട്ടി അവനെ നോക്കി. ആ, നീ വന്നോ? എവിടെയായിരുന്നു? നേരെ ഒരുപാടായല്ലോ പോയിട്ട്. എനിക്ക് ഒരാളെ കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു, അതാ പോയത്. ചാച്ചൻ കയറി കണ്ടോ വല്യമ്മച്ചിയെ? ഇല്ലടാ, ആനിമോള് കണ്ടു. കുഴപ്പമൊന്നുമില്ല, അവളോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. ആ, എന്നാൽ ഞാനൊന്ന് കണ്ടേച്ചു വരാം. നീ ഡോക്ടറോട് ചോദിച്ചോടാ? അതിന് ചോദിച്ചു. എനിക്കറിയാവുന്ന ആളാണ് ഇവിടുത്തെ സീനിയർ ഡോക്ടർ രവികുമാർ. അദ്ദേഹമാണ് അമ്മച്ചിയെ നോക്കുന്നത്. അതിന് ആ ഡോക്ടറുടെ പേര് ആദിത്യൻ എന്നല്ലേ? അത് രവി ഡോക്ടറുടെ കീഴിലുള്ള ഡോക്ടറാണ്. ഓ, എന്നാൽ നീ പോയി കണ്ടിട്ട് വാ. റോയി അമ്മച്ചിയുടെ അടുത്തേക്ക് നടന്നു. വല്യമ്മച്ചി, അവൻ മെല്ലെ വിളിച്ചു. ആ, നീ വന്നോടാവേ. ഇതൊന്നും വേണ്ടായിരുന്നടാ. ഇവിടെ കിടന്ന് എനിക്ക് ശരിക്കും വയ്യാഴിക എന്തെങ്കിലും വരുമെന്നാ ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അതൊന്നും ഇല്ല വല്യമ്മച്ചി. നമ്മുടെ ജോണിക്ക് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. പ്രഷർ കൂടി വീണപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു ബുദ്ധി. എന്നാലെങ്കിലും അവൾ സമ്മതിച്ചാലോ? അതാ നാളെ റൂമിലേക്ക് മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് പറ അമ്മച്ചി, അവളോട് സംസാരിച്ചോ? എന്നാ പറഞ്ഞു? സമ്മതിച്ചോ അവൾ? ഓ, അതൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. നമ്മൾ കരുതിയ പോലെ ഒന്നും അല്ലടാ റോയി കാര്യങ്ങൾ. അവളുടെ കെട്ടുകഴിഞ്ഞതാ. എന്നതാ അമ്മച്ചി പറയുന്നേ? റോയി അമ്മച്ചി പറഞ്ഞത് കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും മനസ്സിലെ കണക്കൂട്ടലുകൾ പിഴച്ചുപോയ അരിശമായിരുന്നു പിന്നീട് വാക്കുകളിൽ. അതേടാ, അവളുടെ കെട്ടിയവൻ വന്ന് എന്നോട് പറഞ്ഞു. ആരെയും വിലവെക്കാത്ത അഹങ്കാരി ചെറുക്കൻ. എന്താ അവൻ്റെ ഉശിര്? ഇവിടെ വന്നോ അവൻ? ആ, വന്നു. വേഷം കണ്ടിട്ട് ഡോക്ടറാണെന്ന് തോന്നുന്നു. ഡോക്ടറോ? ഹേയ്, അത് അവൻ തന്നെയാവും, ആയുഷ്. ആ ധൈര്യം അവനേ ഉള്ളൂ. ആ അമ്മച്ചി, ഈ ഫോട്ടോ നോക്കിയേ, ഇവനാണോ വന്നത്? റോയി ആയുഷിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു. അതെ, ഈ ചെറുക്കൻ തന്നെ, കത്രീനാമ്മ നീരസത്തോടെ പറഞ്ഞു. അല്ല, നീ ഇത് ആരാണെന്നാ പറഞ്ഞേ? മറ്റാരും അല്ല അമ്മച്ചി, അവൻ തന്നെ, ആയുഷ് കൃഷ്ണ. പല്ല് ഞെരിച്ചുകൊണ്ട് റോയി പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഭാര്യയാണ് അവൾ അല്ലേ? അമ്മച്ചി, മതി, ഇത്രയും അറിഞ്ഞാൽ മതി. ഇനി അവനെ എങ്ങനെ തകർക്കാമെന്നും എനിക്കറിയാം. അവളെ കെട്ടിയതോടെ കുരിശുങ്ങൾ തറവാട്ടിലെ സ്വത്തിനും അവൻ അവകാശിയായി. ഇല്ലടാ, ആ അവകാശത്തിനായി നിന്നിൽ നിന്നും ഞാൻ മുറിച്ചു മാറ്റിയിരിക്കും. ഇത് റോയിയുടെ ഒരു വാശിയാണ്. എന്നതാടാ നീ പറയുന്നത്? ദേ, വേണ്ടാത്ത പണിക്കൊന്നും നോക്കല്ലേ റോയി. ഞാൻ ഡേവിഡിനോട് സംസാരിക്കാം. എന്നതാണേലും ഈ വയസ്സുകാലത്ത് എനിക്കിനി തല്ലും പിടിയുമൊന്നും കാണാൻ മേല, കത്രീനാമ്മ നിശ്വാസത്തോടെ റോയിയോട് പറഞ്ഞു. ഞാൻ പുറത്തുണ്ടാകും അമ്മച്ചി എന്നും പറഞ്ഞ് ഒന്നും നോക്കാതെ പുറത്തേക്ക് നടന്നു. ഇനി എന്തെല്ലാം കാണണം എൻ്റെ കർത്താവേ. അവർ റോയിയുടെ പോക്ക് കണ്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു. ആ, നീ വന്നോ? ഇനി നീ ഉണ്ടാകില്ലേ ഇവിടെ? ഞാനും മക്കളും വീട്ടിലേക്ക് പോവാം. ജൂണിയും മാത്തവും റീനയും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവർ ഇപ്പോൾ എത്തും. റോയിയെ കണ്ടെന്ന് ഡേവിഡ് പറഞ്ഞു. എന്നിട്ട് അവരെവിടെ? റോയി സംശയത്തോടെ ചോദിച്ചു. അവർ വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാ, ഞാൻ വിളിച്ചോളാം. ശരി, ചാച്ചൻ വയ്ക്കോ. അല്ല, ഈശാനി നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത്? ആ അതെ, അമ്മച്ചി വീട്ടിൽ വരും വരെ അവൾ അവിടെ ഉണ്ടാവും. നീ എന്താ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല ചാച്ച. അവളോട് എല്ലാത്തിനും ഒരു സോറി പറയണം. മുഖത്ത് മനോഹരമായ ചിരി വരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ഡേവിഡിന് അത് കണ്ട് യാതൊരു സംശയവും തോന്നിയില്ല. അയാൾ അവനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു. കുറച്ചു നേരത്തെ ഉറക്കത്തിന് ശേഷം ഈശാനി മെല്ലെ കണ്ണു തുറന്നു. അവളുടെ മുഖം അവൻ്റെ കയ്യിൽ വെച്ചൊന്ന് ഉരസി. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ഗന്ധം അവളിൽ ഒരു പുഞ്ചിരി വിരിയിച്ചു. അയ്യോ, ഞാൻ ഒരുപാട് നേരം ഉറങ്ങിയോ? പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൾ ചോദിച്ചു. 1.5 മണിക്കൂർ. എൻ്റെ കണ്ണാ. എന്നിട്ടെന്താ എന്നെ വിളിക്കാഞ്ഞേ? അച്ചോട്ടന് ദേഷ്യം വന്നില്ലേ? ഇല്ല. എന്തേ, വരണമായിരുന്നോ? വേണ്ട, എന്നാലും എന്നെ വിളിക്കാമായിരുന്നു. അതെന്താണോ അച്ചോട്ടാ? ഇന്നലെ ഒരുപാട് വൈകിയാ കിടന്നത്. വിളിക്കാനുള്ളവരെ പകൽ വിളിച്ച് സംസാരിച്ചു വിടയാനി. അതല്ലേ ഉറക്കം പോയേ? അതൊന്നും അല്ല, എനിക്ക് ഉറക്കം വരാനിട്ടാ. ഇന്നലെ ഒരു സമാധാനവും ഇല്ലായിരുന്നു. അച്ചോട്ടനെ ഉറങ്ങിയില്ലല്ലോ. ഇന്നലെ എപ്പോഴാണ് എന്നെ വിളിച്ചേ? അപ്പോഴും അവൻ ഫോണിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങോട്ട് നോക്കാം അച്ചോട്ടാ, ഏതു നേരവും അതിലാ കണ്ണ്, അവൾ പരിഭവത്തോടെ പറഞ്ഞു. പിന്നെ എങ്ങോട്ട് നോക്കണം ആനി? ഫോൺ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഒരാൾ സംസാരിക്കുന്ന നേരത്തെ അവരുടെ മുഖത്തേക്ക് നോക്കണം. നിന്റെ മുഖത്തേക്ക് ഇപ്പോൾ നോക്കിയാൽ ശരിയാവില്ല പെണ്ണേ.
അതെന്താ എന്നെ നോക്കിയ? ആയുഷ് അതേ നിമിഷം തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണിലും കവിളിലും ലേശം ചുവന്ന മുക്കിൻതുമ്പിലും എല്ലാം പാഞ്ഞു നടന്നു. അവസാനം പനിനീർദളങ്ങൾ പോലുള്ള റോസ് നിറത്തിലുള്ള അതരത്തിലെത്തി നിന്നു. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, അതെന്താണെന്നോ? എനിക്കെൻ്റെ ഭാര്യയെ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അടുത്തേക്ക് നീങ്ങി ഇങ്ങനെ ചേർന്നിരിക്കാൻ തോന്നും. അങ്ങനെ ചേർന്നിരുന്നാലോ കെട്ടിപ്പിടിക്കാൻ തോന്നും. പിന്നെ ദേ ഇവിടെയൊക്കെ മുത്തം കൊണ്ട് മൂടാൻ തോന്നും. അവിടെ അവസാനിക്കുമോ? അതുമില്ല. ദേ ഈ കഴുത്തിൽ ഈ മാറിൽ മുഖം ഒളിപ്പിക്കാൻ തോന്നും. അങ്ങനെ എന്തൊക്കെയോ തോന്നും എൻ്റെ ഭാര്യയെ. അതല്ലേ അച്ചുവേട്ടൻ നിൻ്റെ മുഖത്തേക്ക് അധികം നോക്കാത്തെ? പറയുമ്പോൾ ഈശാനിയുടെ ഉള്ളിൽ ഒരു വിറയൽ തോന്നി. ശരീരം ഐസ് പോലെ തണുത്തുറഞ്ഞ പോലെ. ആ തണുപ്പിലും മേൽചുണ്ടിനുമേൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ വിറയ്ക്കുന്ന കൈകൊണ്ട് അവൾ ഒപ്പി. അവനെ നോക്കാതെ മറ്റങ്ങോ നോട്ടം വായിച്ചുകൊണ്ടിരുന്നു അവൾ. ഇതെല്ലാം കണ്ട് ഒരു ചിരിയോടെ അവളിൽ നിന്ന് അകന്നിരുന്നു അവൻ. പക്ഷേ ഇനി നീ പരാതി പറഞ്ഞതുകൊണ്ട് നോക്കാതിരിക്കില്ല കേട്ടോ. നോക്കണമല്ലോ, അവൻ ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞു. ഈശാനിയുടെ മുഖം അവൻ്റെ വാക്കുകളിൽ ചുവന്നു തൊടുത്തു. ആയുഷ് കുസൃതി നിറഞ്ഞ കള്ളച്ചിരിയോടെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു.